എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ഇതാ നോക്ക്, ചെസ്റ്റ്, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം, കണ്ട, ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പണി വെറുതെ മനുഷ്യൻ. അമ്മേ, ഗുഡ് മോർണിംഗ് മദർ. കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 11 മണിയായി. 11? ഒരു 11:30 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മ, അത് പിന്നെ കൈമൾ സാർ വളരെ നിർബന്ധിച്ചു. വേണ്ട വേണ്ട വേണ്ട, നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. കേക്കണം. ഇന്ന് മുതൽ ഞാൻ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേട്ടാ കേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോയി കുളിച്ച് റെഡിയാകും. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്തമാനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വൽപ്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വൽപ്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? അമ്മേ, അല്ല വേണ്ട. Many many happy returns of the day. സമ്മതിച്ചിരിക്കുന്നു. ഇരിക്കൂ. ഓരോ വർഷവും ഈ വയസ്സിന്റെ ജന്മനാൾ ഇത്ര കൃത്യമായി എങ്ങനെ ഓർമ്മിക്കുന്നു എന്നാ? മാഷേ, വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. ഞാൻ ശ്യാമിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണോ ശ്യാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് തെറ്റാണ്. കുഞ്ഞെ, ഞാനും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ ചുമതല അത്ര കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയതിന്റെ കണക്കുകൾ സ്വന്തം അച്ഛനമ്മമാർ പോലും പറയുന്ന ഈ കാലത്ത് മാഷൊരു റിയൽ എക്സെപ്ഷനാണ്. ആത്മഹത്യ ചെയ്ത ഒരു ക്രിമിനലിന്റെ മകനായിട്ട് എല്ലാവരും എന്നെ കണ്ടപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാഷ് തന്ന ആത്മധൈര്യമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഞാൻ കടങ്ങളുടെയും കടപ്പാടുകളുടെയും കണക്കുകൾ പറയുകയല്ല. മാഷ് റിസൾട്ട് എന്നാ വരിക? അയ്യോ, റിസൾട്ട് വന്നു. എല്ലാ വിഷയത്തിന് 80% മാർക്കുണ്ട്. 80%? കൊള്ളാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചായയാണോ? അല്ല, കാപ്പിയാ. എന്നാ കുടിക്കാം. മോള് കുടിച്ചോ? ഇല്ല. അകത്ത് പോയി കുടിക്കല്ലേ? ഞാൻ ഇറങ്ങട്ടെ മാഷേ. ഈ മാസത്തെ ഫീസ്. ഇത് ഫൈനൽ ഇയർ ആണ്. നല്ലപോലെ ശ്രദ്ധിച്ചോണം കേട്ടോ മാഷേ. ഡിഗ്രി നല്ല നിലയിൽ പാസ്സായിട്ട് വേണം എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പാൻ. ആദ്യം സാറിന്റെ കല്യാണം കഴിയട്ടെ, തിരക്കിട്ട് പെണ്ണിനെ അന്വേഷണം. ശരി ശരി, അത് നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം.
മാഷിന് ഇപ്പോഴുള്ള മരുന്ന് 2 ആഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യാനാ ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ എന്റെ മരുന്നിന് ചിലവാക്കിയ കാശ് കൊണ്ട് മാത്രം മതി മതി. മാഷ് പഴയ പല്ലവി തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ ഇറങ്ങിയേക്കാം. ഗീത അമ്മ അന്വേഷിച്ചു കേട്ടോ. ആ സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല, പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലടോ. അങ്ങനെയൊന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലേ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. ഡേ, കാലത്തെ ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്, നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിന് സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴി സിൽബന്തിയായി കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടിക്കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖിരാമൻ നാട് വിട്ട കൃഷ്ണപ്പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനടാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാടാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തുപോയി പ്രൊഫസർക്ക് അണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. എടാ, രാവിലെ മുതൽ നീ എന്റെ കേട്ടിട്ട് കറങ്ങടാ. കുറെ നേരം. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി ഞാൻ. ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം. ഹലോ, കൈമൾ സാറല്ലേ? ഞാനാ. RTO ഓഫീസിൽ മിസ്റ്റർ ജേക്കബ് ഉണ്ട്. പുള്ളിയെ പോയി ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചളഞ്ഞേക്കണം. നോ നോ നോ, ഇനി അത് വിൽക്കാൻ പാടില്ല. അല്ല, ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ, പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ, കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ കൈമൾ സാറേ? ആ, ഓക്കെ ഓക്കെ. സാറ് പോയി ജേക്കബിനെ കാണണേ. ഓക്കെ. ആ, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, പ്ലീസ് കം. അല്ല, സാറോട് ഒന്ന് പറയണം. എന്താ? വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം. ഈ പോത്തം ബേസിക്കലി പിശിക്കണേ. അതല്ല, SP വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? രാജശേഖരൻ സാറോ? ആ, വൈകുന്നേരം ബില്ലിയാസ് ക്ലബ് വെച്ച് കാണാമെന്ന് പറഞ്ഞു.